1/2 കിലോ സ്യൂഡോമോണസിന് നമ്മൾ 100 രൂപയുടെ അടുത്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ നമുക്കിത് ഒരു മാസത്തേക്ക് തികയില്ല അല്ലെ. അപ്പൊ ഇനി നമുക്ക് സ്യൂഡോമോണസ് പൈസ കൊടുത്ത് വാങ്ങാതെ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും പിയർസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. നമ്മുടെ മണ്ണിലെ ഓക്സിജൻ എത്തിക്കുന്ന നമ്മുടെ മിത്രമാണല്ലോ അല്ലെ നമ്മുടെ സ്യൂഡോമോണസ് എന്ന് പറയുന്നത്. അതെ, ഈ ഒരു 1/2 കിലോ സ്യൂഡോമോണസിന് നമ്മൾ 100 രൂപയുടെ അടുത്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ നമുക്കിത് ഒരു മാസത്തേക്ക് തികയില്ല അല്ലെ. അപ്പൊ ഇനി നമുക്ക് സ്യൂഡോമോണസ് പൈസ കൊടുത്ത് വാങ്ങാതെ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനു മുന്നേ നമ്മള് ഈ സ്യൂഡോമോണസ് എന്താണ്, കുറെ പേർക്ക് സ്യൂഡോമോണസ് എന്താണെന്ന് അറിയില്ല, അത് എത്ര അളവ് എടുക്കണം, അത് ചെടിക്ക് എങ്ങനെയൊക്കെ പ്രയോജനം ഉണ്ട് എന്ന് അറിയില്ല. അത് നമുക്ക് പറയാം. ഇപ്പൊ സ്യൂഡോമോണസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ നല്ലൊരു കുപ്പിയിലോ ഡബ്ബയിലോ ഇട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കണം. അത് നിർബന്ധമാണ്. നേരിട്ട് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ വേണം ഇതാക്കാനായിട്ട്. കാരണം ഇത് ഒരു മിത്ര ബാക്ടീരിയ ആണ്. കുമിളുകളെയൊക്കെ നശിപ്പിക്കുന്ന മിത്ര ബാക്ടീരിയ ആയതുകൊണ്ട് ഇത് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് മൂലം അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് തന്നെ അടച്ചു വെക്കണം. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ സ്യൂഡോമോണസ് എന്തിനൊക്കെയാണ് ചെടികൾക്ക് കൊടുക്കുക? ചെടികളുടെ ബാക്ടീരിയൽ വാട്ട അല്ലെ, പിന്നെ വേരഴുക, പ്രത്യേകിച്ച് ഇഞ്ചിയൊക്കെ ചീഞ്ഞു പോവാതിരിക്കാനായിട്ട്, ഏലം, ഇതിനൊക്കെ വളരെ വളരെ നല്ലതാണ്. നമ്മൾ ചെടികൾ നട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ സ്യൂഡോമോണസ്, അപ്പം സ്യൂഡോമോണസ് നമുക്ക് ചെടിയും ചൂട്ടിലും ഒക്കെ കൊടുക്കാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല. മണ്ണിലാവണത് വളരെ നല്ലതാണ്. മണ്ണിന്റെ pH ഒക്കെ കറക്റ്റ് ആക്കാനൊക്കെ ബെസ്റ്റ് ആണ്. അപ്പൊ നമ്മള് എന്താ പറയാ, 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കോ നമ്മുടെ സ്യൂഡോമോണസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വരില്ല, വാട്ടരോഗം വരില്ല, ഒരുവിധമുള്ള കീടാക്രമണത്തിൽ നിന്ന് നമ്മുടെ ചെടികളെ രക്ഷിക്കാനായിട്ട് ഈ സ്യൂഡോമോണസിന് കഴിയും. അപ്പൊ ഇത് എടുക്കേണ്ട അളവ് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പം ഇത് നമ്മള് ഇങ്ങനെ പൊടി രൂപത്തിലുള്ള സ്യൂഡോമോണസ് ആണ്. ഇത് ലിക്വിഡ് ഉണ്ട് കേട്ടോ. അപ്പൊ ലിക്വിഡ് ആയിട്ടും കിട്ടും, ഇങ്ങനെയായിട്ടും കിട്ടും. ഇപ്പം ഇത് വാങ്ങുന്ന സമയത്ത് ഉണ്ടല്ലോ, ഇതിന് ഒരു 100 രൂപയുടെ അടുത്ത് വരും 1/2 കിലോന്. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് 3-4 മാസം വരെ ഉള്ളൂ. പക്ഷെ ലിക്വിഡിനാണെന്നുണ്ടെങ്കിൽ 6 മാസം വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എക്സ്പയറി ഡേറ്റ് നോക്കി എപ്പോഴും വാങ്ങണം. കാരണം ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഇതാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. ലിക്വിഡ് നമ്മുടെ അടുത്ത് ഇല്ല. അപ്പൊ ലിക്വിഡ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിൽ എടുത്തിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ഈ പൊടി രൂപത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം, അപ്പം നമ്മൾ ഇതിൽ നിന്ന് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ അത് ആക്കുന്ന സമയത്ത് ശർക്കര ഉണ്ടല്ലോ, ശർക്കര ഒരു നുള്ള് പൊടിച്ചത് ഇത്രയൊക്കെ മതി, അതിൽ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു വെച്ച് ഒരു 2-3 മണിക്കൂർ നേരം വെക്കാതെ നമ്മൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇത്. 1 ലിറ്റർ വെള്ളം എടുത്തു, അതിലോട്ട് നമ്മൾ 20 ഗ്രാം സ്യൂഡോമോണസ് ഇട്ടു. അതിനുശേഷം നമ്മൾ പൊടിഞ്ഞിട്ടുള്ള നമ്മുടെ ശർക്കര ഒരു നുള്ള് അതിൽ ചേർത്തു. ഇതിപ്പോ 2-3 മണിക്കൂർ കഴിഞ്ഞു, കണ്ടു. അങ്ങനെ 2-3 മണിക്കൂർ വെക്കുന്ന സമയത്ത് ഇത് ശർക്കരയായിട്ട് ഫെർമെന്റേഷൻ നടക്കാനും ഇതിന്റെ അടിയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് അടിഞ്ഞുകൂടാനും സാധിക്കും. അപ്പൊ അത് നോക്കാം. അപ്പൊ നമ്മൾ 3 മണിക്കൂറിന് ശേഷം എടുക്കുമ്പോ അത് ഇളക്കാതെ ഇങ്ങനെ എടുക്കണം. അപ്പൊ ഇതിന്റെ അടിയിൽ ഇത് ഊറിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഈ തെളി മാത്രമാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കണ്ടു, ഇതിന്റെ അടിയില് ഇതേ കണ്ടോ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനോ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനോ പാടില്ല. ഇത് കൊടുക്കാം, ഇതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് വാഴയ്ക്കും തെങ്ങിനൊക്കെ ഒഴിച്ചു കൊടുക്കാം, അത് നല്ലതാണ്. അല്ലാതെ പച്ചക്കറികൾക്ക്, പൂച്ചെടികൾക്ക് ഒരിക്കലും ഇതിന്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ അത് കൊടുക്കാൻ പാടില്ല. ഈ തെളി മാത്രമാണ് നമ്മൾ നല്ല രീതിക്ക് ഇതിന് ഇങ്ങനെ തെളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. മനസ്സിലായല്ലോ അല്ലെ? അതായത് ശർക്കര ഇടണം, അത് നിർബന്ധമാണ്. 20 ഗ്രാമാണ്. കുറച്ചു നേരം മാറ്റി വെക്കുക, അത് തെളിഞ്ഞ തെളി മാത്രം എടുക്കുക,
നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒരു വാട്ടരോഗം കാണുന്ന സമയത്ത് ഇത് അങ്ങനെ തന്നെ നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ ആ വാട്ടരോഗം മാറാനും വളരെ സഹായിക്കും. ഇനിയിപ്പോ നിങ്ങൾ ഇതേപോലെ സ്യൂഡോമോണസ് ഒക്കെ വാങ്ങി വെച്ചു, ഇനിയിപ്പോ അതിന്റെ ഡേറ്റ് കഴിയാറായി. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. ഇപ്പൊ ഈ ഡേറ്റ് കഴിയാറായി എന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് കാലം അത് ഡേറ്റ് കഴിയാതെ സൂക്ഷിക്കാനുള്ള ടിപ്പ് പറയാം കേട്ടോ. അതിനായിട്ട് നമുക്ക് അങ്ങനെ ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ആട്ടിൻകാഷ്ടോ ചാണകോ എന്തെങ്കിലും എടുക്കുക, അത്ര തന്നെ അളവ് മണ്ണെടുക്കുക. അപ്പൊ ഞാനിവിടെ ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ആട്ടിൻകാഷ്ടും മണ്ണും കൂടെ എടുത്തിട്ടുണ്ട്. കണ്ടു, അതിപ്പോ ഇത്ര അളവ് എന്നൊന്നുമില്ല. നമ്മുടെ സ്യൂഡോമോണസ് അതിലിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന് ചെറിയൊരു ഈർപ്പം വേണം, അത് മറക്കരുത്. അപ്പൊ നമ്മൾ ഉണങ്ങി പൊടിഞ്ഞത് എടുക്കണ സമയത്ത് ഈർപ്പക്കുറവുണ്ടാവും, പക്ഷെ ഞാനിതില് വെള്ളം തെളിച്ച് ഈർപ്പാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഈർപ്പത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിനുശേഷം ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ട് ഡേറ്റ് കഴിയാറായിട്ടുള്ള സ്യൂഡോമോണസ് ഉണ്ടാവുമല്ലോ, അത് എടുക്കുക. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഫുള്ള് സ്യൂഡോമോണസ് ആണ്, 1 കിലോ സ്യൂഡോമോണസ് ആണ് നിങ്ങളിങ്ങനെ ഇതിലോട്ട് ചേർക്കുന്നത് എങ്കിൽ 1 കിലോനോളം നിങ്ങളുടെ മണ്ണും വളം കൂടിയിട്ടുള്ളത് വേണം കേട്ടോ. ഇതിന്റെ ഇരട്ടി വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പൊ അത് രണ്ടും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അതായത് മണ്ണും വളങ്ങളും കൂടെ മിക്സ് ചെയ്തതിലോട്ട് നമ്മൾ ഈ സ്യൂഡോമോണസ് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലൊരു ചെറിയ ഈർപ്പം ഉണ്ടാവണം, അത് മറക്കരുത്. എങ്കിലാണ് ഇതിൽ കറക്റ്റായിട്ട് ബാക്ടീരിയാസ് വളരുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ ആവശ്യാനുസരണം ഇതേപോലെ ആക്കി മിക്സ് ചെയ്ത് വെച്ച് അടച്ച് സൂക്ഷിക്കുക. അങ്ങനെ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡേറ്റ് കഴിയും എന്നുള്ളൊരു പ്രശ്നമില്ല. കാരണം ഇത് ഈ മണ്ണിൽ ഇത് വികസിപ്പിച്ചോളും. അപ്പൊ ഇത് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ചെടികൾക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇത് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. സ്പ്രേ ചെയ്യാൻ മാത്രം നമുക്ക് ഇത് പറ്റില്ല, കാരണം ഇതിങ്ങനെ ആണല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും സ്പ്രേ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഇനി സ്പ്രേ ചെയ്യാനുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ നാളികേര വെള്ളം ഉണ്ടല്ലോ, 1 ലിറ്റർ നാളികേര വെള്ളത്തിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഈ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സ്യൂഡോമോണസ് നിങ്ങൾ അതിലിട്ടിട്ട് വെക്കുക. എന്നിട്ട് ഒരു 4 മണിക്കൂറിന് ശേഷം സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഡേറ്റ് കഴിഞ്ഞ സ്യൂഡോമോണസ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഡേറ്റ് കഴിയാത്തത് പക്ഷെ കുറെ അധികം ഉണ്ട്, അതിപ്പോ ഡേറ്റ് കഴിയും എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനില് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. ഒന്നും കൂടെ പറയാം. അതായത് നമ്മള് ഉണങ്ങിപ്പൊടിഞ്ഞിട്ടുള്ള എന്തെങ്കിലും വളവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ 1 ലിറ്റർ നാളികേര വെള്ളത്തിൽ ഒരു ശകലം ശർക്കര ചേർത്ത് ഈ സ്യൂഡോമോണസ് 20 ഗ്രാം ഇട്ട് 3-4 മണിക്കൂർ നേരം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിനും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞതും ഡേറ്റ് കഴിയാറായിട്ടുള്ള സ്യൂഡോമോണസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ സ്യൂഡോമോണസ് എന്താണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കും, ഡേറ്റ് കഴിഞ്ഞാലും കഴിയാത്തതും എന്ത് ചെയ്യാൻ പറ്റും, ചെടികൾക്ക് അതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടും, എത്ര അളവ് എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലായി. ഇനി നമ്മള് സ്യൂഡോമോണസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു സ്യൂഡോമോണസ് എന്താണ് എന്നുള്ളത് അല്ലെ. നമ്മുടെ ചെടികളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാനുള്ള ബാക്ടീരിയ വർഗത്തിൽപ്പെട്ട സൂക്ഷ്മ ജീവിയാണ് നമ്മുടെ സ്യൂഡോമോണസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് യൂണിവേഴ്സിറ്റികളിലെ ലാബുകളിലാണ് വികസിപ്പിച്ചെടുക്കുക. ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ വീടുകളിൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. കാരണം ഇത് അവര് ഒരു സജ്ജീകരിച്ചിട്ടുള്ള ആ റൂമിൽ അതിന്റെ ഒരു ടെമ്പറേച്ചർ ഒക്കെ കറക്റ്റ് ആയിട്ട് വേണം, എന്നാലാണ് അതിലാവുള്ളൂ. അതല്ലാതെ നമ്മൾ വെറുതെ അത് ഇട്ടിട്ട് ഇതാക്കാൻ പറ്റും, ഇതിട്ട് ഇതാക്കാൻ പറ്റും എന്നൊന്നും പറഞ്ഞാൽ ഒരിക്കലും ആക്കുന്ന കാര്യമല്ല. ഒരു കാരണവശാലും നമ്മൾ ഇത് ഇങ്ങനെ ഒന്നും അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യരുത്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു. കാരണം ഇങ്ങനെ നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നു. ഒരു കാരണവശാലും ഇത് പറ്റില്ല. കാരണം അതിന് സജ്ജീകരിച്ചിട്ടുള്ള ആ പ്രത്യേക ലാബില് ആ പ്രത്യേക ടെമ്പറേച്ചറിലാണ് ഇതിനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. സ്യൂഡോമോണസ് മാത്രമല്ല, വെർട്ടിസീലിയ ആണെങ്കിലും ബിവേറിയ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് അങ്ങനെ തന്നെയാണ് പറ്റുള്ളൂ.
നമ്മുടെ വീട്ടിൽ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇത് മണ്ണിലൊക്കെ മിക്സ് ചെയ്തിട്ട് അതിന്റെ ഡേറ്റ് കഴിയാതെയൊക്കെ ആക്കാനും ഇതിനൊക്കെ പറ്റും എന്നല്ലാതെ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ നമുക്കിത് വികസിപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല. കാരണം എൻ്റെ മോള് ഇപ്പൊ BSc അഗ്രികൾച്ചർ പഠിച്ച് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അവൾക്ക് പോലും വീട്ടിൽ അതൊക്കെ പഠിച്ചു വന്നിട്ടുള്ളത് വീട്ടിൽ വരും. പക്ഷെ കാരണം അങ്ങനെ ഒരു സജ്ജീകരിച്ച റൂമും കാര്യങ്ങളും ഒക്കെയും വേണം. അതല്ലാതെ വെറുതെ ആക്കരുത്. അപ്പൊ ആരും ദയവ് ചെയ്തിട്ട്